കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ടി കെ ഗോവിന്ദൻ വന്നു, കുഞ്ഞികൃഷ്ണൻ വന്നു, ആലപ്പുഴയിൽ നിന്ന് ജി സുധാകരൻ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥ ക്രൂഷ്യമായ തെരഞ്ഞെടുപ്പ് കെ സുധാകരനെ പോലെ ജി സുധാകരൻ മനസ്സിലാക്കുന്നില്ല. ഉറപ്പായും ഇത് നമ്മൾ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ പുതുമയല്ല എന്ന് വെറുതെ പറയുന്നതല്ല, അത് പുതുമയല്ല എന്നുള്ളത് കൊണ്ടാണ്. കാര്യം ഇതിനപ്പുറം നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രം പഠിച്ചാൽ ഇതിനപ്പുറമുള്ള ഇതിനേക്കാൾ ക്രൂഷ്യൽ സന്ദർഭങ്ങളിൽ സമാനമായ വലിയ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് കാലക്രമേണ അതിനെ അതിജീവിച്ചിട്ടുണ്ട്. പോട്ടെ, CPM പക്ഷേ ഇത് പുതുമയാണ്. CPM-ൽ നോക്കൂ, ഇവിടെ അവിടുത്തെ CPM വളർത്തിക്കൊണ്ടുവന്ന എസ് രാജേന്ദ്രൻ BJP-യുടെ കാൻഡിഡേറ്റ് ആകാൻ പോകുന്നുണ്ട്. അവിടെ ജി സുധാകരൻ എന്ന് പറയുന്ന പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന ആളവിടെ പൊതുസ്വതന്ത്രനായി കോൺഗ്രസിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുകയാണ്. ടി കെ ഗോവിന്ദൻ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇറങ്ങി വന്നു നിന്ന് ഈ പറയുന്ന എന്താണ് PK രാഗേഷ് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോകുള്ളൂ എന്ന് പറയും, എന്ന് അപഹസിക്കുകയും കളിയാക്കുകയുമാണ്. അങ്ങനെ എത്ര ഇപ്പോൾ അവിടെ ഐഷ പോറ്റി, ബാലകൃഷ്ണപിള്ള 40,000 വോട്ടുകൾക്ക് അടിവതറിയ അടിച്ച് താഴെയിട്ട ഐഷ പോറ്റി അവിടെ കോൺഗ്രസ് കാൻഡിഡേറ്റ് ആവുന്നു. സമാനതകളില്ല. ഇതൊന്നും കോൺഗ്രസിനും സമാനതകൾ അല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും CPM-ൽ സമാനതകളില്ല. SK പോട്ടെ, അത് വേറെ കാര്യം. SK ഇവിടെ കെ സുധാകരനെ അല്ല, എന്റെ സംശയം എന്താണെന്നറിയോ, ഈ സുധാകരനെ മോഹിപ്പിച്ച് ഡൽഹി നിർത്തിയിട്ട് അവസാനം ഇല്ല ഞങ്ങൾ മോഹനിലേക്ക് തന്നെ പോവുകയാണ് എന്ന് പറയാനുള്ള നീക്കമാണോ ഇപ്പൊ ഡൽഹി നടക്കുന്നത്? SK ഉറപ്പായും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വരാൻ പോകുന്ന കോൺഗ്രസിന്റെ ലിസ്റ്റിൽ കെ സുധാകരന്റെ പേരില്ല. അത് ഇന്നലെ വൈകുന്നേരം തന്നെ തീരുമാനമായതാണ്. VD സതീശനും സണ്ണി ജോസഫും അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വരികയും KC വേണുഗോപാൽ അസമിലാണ് ചാർജ്, അസമിലേക്ക് പോകുന്നത്. ഇത് ഫൈനൽ തീരുമാനമായിട്ടാണ്. അതിനുശേഷം ഇന്ന് ഉച്ച കഴിഞ്ഞ് വരുന്ന വാർത്തകൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വാർത്തയാണ്. ആ കേന്ദ്രം അത് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വാർത്തയാണ്. ഇത് തീരുമാനമായതാണ്. ആ ലിസ്റ്റിൽ കെ സുധാകരന്റെ പേരിൽ അടൂർ പ്രകാശിന്റെ പേരുമില്ല. SK കെ സുധാകരനെ എതിർക്കാൻ പ്രതിപക്ഷ എതിർത്ത കാര്യം എന്താണ് KR ഗോപീഷൻ പറഞ്ഞു. അതിന് കാരണം SK നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു കരു നീക്കുന്നത് ചെസ് കളി പോലാണ്. ഒരു 10 നീക്കം മുന്നിൽ കണ്ട ഒരു കരു നീക്കമാണ്. എന്റെ ആലോചന തോന്നുന്നത് പ്രതിപക്ഷ നേതാവ് എന്താണ് കെ സുധാകരനെ എതിർക്കാനുള്ള കാരണം, കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ച് ഉറപ്പായും ജയിച്ചു വന്നാൽ അധികാരം കിട്ടുകയാണെങ്കിൽ അവിടെ കെ സുധാകരൻ മത്സരിച്ചാൽ അടൂർ പ്രകാശ് മത്സരിക്കും, രണ്ടുപേരും ജയിച്ചു വന്നാൽ കുറെ അധികം MLA SK ഞാൻ പിന്നെ ഡിസ്ക്ലൈമറായി പറയുന്നു, എനിക്ക് ജാതി മതം പറഞ്ഞ ഇഷ്ടമല്ല, പക്ഷേ കേരളത്തിന്റെ ഈഴവ മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യം ഉയരാൻ പോകുന്നു. അവിടെ കുറെ അധികം MLA-മാരെ കൂട്ടിക്കൊണ്ട് ഈഴവ മുഖ്യമന്ത്രി വേണ്ടി സമ്മർദ്ദം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഈ പറയുന്ന എന്താണ് ഒരു സമവായ സ്ഥാനാർത്ഥിയായി സാക്ഷാൽ KC വേണുഗോപാൽ ഇറങ്ങാൻ പോകുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും. ആ സിനേറിയോ വെട്ടുകയാണ് VD സതീശന്റെ യഥാർത്ഥത്തിൽ. അതിലൊരു ഇടവേളയുടെ ആവശ്യമുണ്ട്. ദിലീപ് ഏത് പ്രിഫർ ചെയ്യും? ഇടവേള കഴിഞ്ഞാണ് ദിലീപ് അല്പം സമയം കൂടുതൽ കിട്ടും. ഇടവേള കഴിഞ്ഞ ദിലീപിന് ഗോപികൃഷ്ണനോ? ഞാൻ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു, പക്ഷേ അസിത പറഞ്ഞ ചില കാര്യങ്ങളോട് വിയോജിക്കുന്നു. ഓക്കെ, പിന്നെ അന്ന അല്ലേ ഉണ്ടാവും.